ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മീൻകറി വെക്കുന്നതാണ് കേട്ടോ. അപ്പം രണ്ട് ടൈപ്പ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നേരത്തെ കാണിച്ചതും അത് വലിയ മീനായതുകൊണ്ടേ കട്ട് ചെയ്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴുകിയെടുക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ചെറിയ മീനുകളുണ്ടല്ലോ, മത്തി, ഒഴുക, അയല, കിളി അങ്ങനത്തുള്ള മീനുകളൊന്നും ഇവിടെ അങ്ങനെ ഒരുക്കി തരില്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ അങ്ങനെ കിട്ടും, ഇവിടെ എന്താണെന്ന് അറിയില്ല, അതുമാത്രം ഒരുക്കി തരാറില്ല. അപ്പോൾ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പൊരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് കറി വെച്ചിട്ട് മത്തി പൊരിക്കാമെന്ന് ഓർത്തു. ഞാൻ പിന്നെ ആദ്യം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കറി വെച്ചതിന് ശേഷം മത്തി ഒരുക്കി എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ദേ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു, പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു, പിന്നെ ചെറിയുള്ളിയും അതുപോലെ പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് റെഡി ആയപ്പോഴേക്കും തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ പുളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച മല്ലിപ്പൊടി മുളക് പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. പിന്നെ ഉപ്പും കൂടി ചേർത്തു. പിന്നെ അത് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണമൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചപ്പോഴേക്കും സംഭവമൊക്കെ വെന്ത് റെഡിയായി കിട്ടിയിട്ട് അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് ഈ ഉണക്കപ്പയറുണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തു. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ ഈ ചുവന്ന മുളകും അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു പയറുണ്ടല്ലോ വേവിച്ചത് അത് അതിലേക്കിട്ട് മിക്സ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു ചമ്മന്തിയും കൂടി അരച്ചു. അതിനുശേഷം മത്തിയൊക്കെ ഒന്ന് ഒരുക്കി റെഡിയാക്കിയിട്ട് പൊരിച്ചെടുത്തു കേട്ടോ. പക്ഷേ ഫുഡ് കഴിക്കാൻ നേരത്ത് ചമ്മന്തി എടുക്കുന്ന കാര്യം മറന്നുപോയി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ചമ്മന്തിയുടെ കാര്യം ഓർക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോയതാണ്. വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. വേറൊരു കാര്യം ഉണ്ടായിരുന്നു, അപ്പം അത് ലോങ് വ്ലോഗ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ നേരെ കാഞ്ഞങ്ങാടേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ അക്സം ബസ്സിനെയൊക്കെ കണ്ടു കേട്ടോ. ഈ ട്രാക്കോണിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. രാവിലെ ബെൻസിത്ത വിളിച്ചിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് കോളങ്ങാനും വന്നായിരുന്നു എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വിളിച്ച് വെച്ച ഉടനെ തന്നെ ഇവിടുത്തെ ട്രാക്കോണിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അപ്പോൾ വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കുറേ ചോദിച്ചിട്ടും ബെൻസിത്തൊന്നും പറഞ്ഞില്ല. പിന്നെ എനിക്ക് മനസ്സിലായി നിധിയുടെ ബർത്ത്ഡേ കഴിഞ്ഞതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും എന്ന് തന്നെ ഓർത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇത് പൊട്ടിച്ചേട്ടോ. കാരണം ബസ്സിൽ വെച്ച് കുട്ടികൾ നല്ല ഉറക്കമായിരുന്നു, അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പൊട്ടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് അയച്ചു തന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ഒരു മഗ് പ്രിൻറ്റിംഗ് ആണ്. അപ്പം നിധിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ അഫീനെ വിഷമിപ്പിക്കാതിരിക്കാൻ അവൻ്റെ ഫോട്ടോയും ഉണ്ട്.